ഹലോ ഫ്രണ്ട്സ്, 10th ലെവൽ മെയിൻസ് 25 ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ പാർട്ട് 5 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ 20 വരെ നമ്മൾ 4 പാർട്സ് ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡേ 21 വരുന്ന ടോപ്പിക്സ് മൗലികാവകാശങ്ങൾ, ജ്ഞാനപീഠം മലയാളികൾ. നമുക്കറിയാം ജി ശങ്കരക്കുറുപ്പ് മുതൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി വരെ മലയാളികൾക്ക് ഒരു എത്രയാണ് ജി ശങ്കരക്കുറുപ്പ്, എം.ടി. വാസുദേവൻ നായർ, എസ്.കെ. പൊറ്റക്കാട്, ONV, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഇങ്ങനെ കുറച്ച് മലയാളികൾക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. അവരെക്കുറിച്ച് ഏതൊക്കെ കൃതികൾക്കാണ്, അപ്പോൾ അവസാനമാകുമ്പോഴൊക്കെ സമഗ്ര സംഭാവനയ്ക്കാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ ഏത് വർഷമാണ് കിട്ടിയിട്ടുള്ളത്, അവരുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്, അവർ ഏത് മേഖലയിലാണ്, സാഹിത്യം തന്നെ കവിതാരചന ഉണ്ടാവും, അതുപോലെ കവികളുണ്ടാവും, നോവലിസ്റ്റുകളുണ്ടാവാം, അതുപോലെ കഥയ്ക്കാണോ കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്, 2025, 24 അങ്ങനെയുള്ള വർഷങ്ങളിൽ കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ. ഈ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ലോക്സഭ, രാജ്യസഭ, പാർലമെൻറ്റ്, അതുപോലെ രാഷ്ട്രപതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പോകേണ്ടതാണ്. നെക്സ്റ്റ് ലിസ്റ്റുകൾ, പിന്നെ സോഫ്റ്റ്വെയർ, IT ആൻഡ് സൈബർ ലോസിൽ വരുന്നതാണ്. നെക്സ്റ്റ് ബാലാവകാശ കമ്മീഷൻ, പിന്നെ CRT സ്റ്റാൻഡേർഡ് 10 ഫിസിക്സ്, കറണ്ട് അഫയേഴ്സ് 2025 മാർച്ച് 1 to 15, PYQ 21, 21ാമത്തെ സെറ്റ് PYQ ചെയ്യുക. അപ്പോൾ അതിൽ മാത്സ് വീക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മാത്സ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ കണക്റ്റഡ് മീൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഇക്വേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. ടെക്നിക്സും കറക്റ്റ് പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഡേ 22 വരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് പ്രശസ്ത വരികൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനം, ഹാർഡ്വെയർ, രാജ്യസഭ, SCRT സ്റ്റാൻഡേർഡ് 10 കെമിസ്ട്രി, കറണ്ട് അഫേഴ്സ് 2025 മാർച്ച് 16 to 31, PYQ 22ാമത്തെ സെറ്റ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഡേ 23 വരുന്നത് വിവരാവകാശ കമ്മീഷൻ, സാംസ്കാരിക കേന്ദ്രം, കുടുംബശ്രീ, നെറ്റ്വർക്ക്, ചിത്തിര തിരുനാൾ, SCRT സ്റ്റാൻഡേർഡ് 10 ബയോളജി, കറണ്ട് അഫേഴ്സ് 2025 April 1 to 15, PYQ 23, ഇംഗ്ലീഷ് ആൻഡ് മലയാളം PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഡേ 24 വരുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ, ഒളിമ്പിക്സ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, സൈബർ ലോസ്, SCRT സ്റ്റാൻഡേർഡ് 10 റിവിഷൻ. അതായത് 10ാം ക്ലാസ്, നമ്മൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും SCRT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ SCRT 10ാം ക്ലാസ്സിലെ ഒരു റിവിഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റിവിഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി വായിച്ച് കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് നമുക്ക് ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, മാത്രമല്ല നമുക്ക് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് വെക്കുക. കറണ്ട് അഫയേഴ്സ് 2025 April 16 to 30, PYQ 24ാമത്തെ സെറ്റ്, പിന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഡേ 25 വരുന്നത് വനിതാ കമ്മീഷൻ, കായിക പുരസ്കാരങ്ങൾ. കായിക പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ്രോണാചാര്യ പുരസ്കാരം, അതായത് അത് കോച്ചിന് തരുന്നതാണ്. പിന്നെ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം, അർജുന അവാർഡ്സ്, അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കുക. അതിൽ മലയാളികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഏത് ഫീൽഡിലുള്ളതാണ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് സംസ്ഥാന സിവിൽ സർവീസ്, സൈബർ ക്രൈംസ്, സൈബർ ലോസ് ആൻഡ് സൈബർ ക്രൈംസ്. എപ്പോഴും ഈ സൈബർ ക്രൈംസ് എന്ന് പറയുന്ന സമയത്ത് ക്രാക്കിംഗ്, അതുപോലെ ഹാക്കിങ്, അതുപോലെ സൈബർ ടെററിസം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുവിധം ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്നതാണ്. സ്വാതി തിരുനാൾ, പിന്നെ SCRT സ്റ്റാൻഡേർഡ് 9 റിവിഷൻ. ഇപ്പോൾ സ്വാതി തിരുനാളൊക്കെ പറയുമ്പം തിരുവിതാംകൂർ രാജാക്കന്മാർ ഇപ്പോൾ അത്ര ഇങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. എന്നാലും സ്വാതി തിരുനാളിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. SCRT സ്റ്റാൻഡേർഡ് 9 റിവിഷൻ, അതായത് 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ ഡേ 24 പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് 9 ടൈറ്റ് ആയിട്ടുള്ള ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. കറണ്ട് അഫയേഴ്സ് May 1 to 15. ഇപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു ജൂൺ 15 ആ ഒരു സമയത്ത് വരുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന ഒരു സ്റ്റഡി പ്ലാനാണിത്. അപ്പം നമ്മൾ ഈ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ കാണുന്നതെങ്കിൽ
കുറച്ചും കൂടി കറണ്ട് അഫേഴ്സ് കുറച്ചും കൂടി ഒരു വർഷം മുമ്പുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഞാനിപ്പം മെയ് 1 to 15 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ഒരു മാസം മുമ്പേ ഉള്ളതൊക്കെ പഠിച്ചാൽ മതിയാവും. PYQ 25, പിന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാന് 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരു 10th മെയിൻസ് ഉറപ്പായിട്ടും നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.